കോഴിക്കോട് കക്കയത്ത് കർഷകനെ കുത്തിക്കൊന്ന കാട്ടുപോത്തിനെ പിടികൂടാനാവാതെ വനം വകുപ്പ്. തെരച്ചിൽ ആരംഭിച്ചിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും കാട്ടുപോത്തിനെ മയക്കുവെടി പോലും വെക്കാൻ സാധിക്കാത്തത് വനം വകുപ്പിന്റെ പരാജയമാണെന്നാണ് വിലയിരുത്തൽ. അതേസമയം സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. സാധാരണയായി രാവിലെ 6 മണിയോടെയാണ് കാട്ടുപോത്തടക്കമുള്ള മൃഗങ്ങൾ ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന വനത്തിൽ മേയാനിറങ്ങുക. പിന്നീട് 4 മണിക്ക് ശേഷവും മൃഗങ്ങളെ സാധാരണ ഇവിടങ്ങളിൽ കാണപ്പെടാറുണ്ട്. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാവട്ടെ രാവിലെ 9 മണിക്ക് ശേഷമാണ് കാട്ടുപോത്തിനായുള്ള തിരച്ചിൽ ആരംഭിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 4 മണിയോടുകൂടി തിരച്ചിൽ അവസാനിപ്പിക്കുന്നതായും നാട്ടുകാർ പറയുന്നു. ഉദ്യോഗസ്ഥ സംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്തുള്ള പരിശോധന തുടരുന്നുണ്ടെങ്കിലും ഇതുവരെ കാട്ടുപോത്തിനെ വെടിവെക്കാൻ സാധിച്ചിട്ടില്ല. കാട്ടുപോത്തിനെ വെടിവെക്കാത്തതിൽ പ്രതിഷേധിച്ച് വ്യാപക പ്രതിഷേധങ്ങളാണ് പ്രദേശത്ത് ഉയരുന്നത്. ഉൾക്കാടിലേക്ക് വിടുവാൻ ശ്രമിച്ചു എന്നല്ലാതെ അതിനെ ഈ കുടിയേറ്റ മേഖലയിലെ ഭീതി കഴിയുന്ന ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും വനംവകുപ്പിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. നമുക്കതുപോലെ മറ്റൊരു നിർദ്ദേശമായിരുന്നു ഈ കാട്ടുപോത്ത് ഇറങ്ങുന്ന വഴികളിൽ ഫെൻസിങ് നിർമ്മിക്കുക എന്നുള്ളത്. നടപടികളും ഇതുവരെ ആരംഭിച്ചു കണ്ടില്ല. ആനയും കാട്ടുപന്നിയും കുരങ്ങും മലയണ്ണാനും മുള്ളംപന്നിയും അടക്കമുള്ള ഈ വന്യമൃഗങ്ങൾ മനുഷ്യനെ ജീവനും സ്വത്തിനും വർഷങ്ങളായിട്ട് ഈ കുടിയേറ്റ പ്രദേശങ്ങൾ പ്രതിസന്ധി ബുദ്ധിമുട്ടുകയാണ്. കാട്ടുപോത്തിനെ പേടിച്ച് നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. പല രക്ഷിതാക്കളും ഇപ്പോഴും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ ഭയപ്പെടുന്ന സാഹചര്യമുണ്ട്. എത്രയും പെട്ടെന്ന് കാട്ടുപോത്തിനെ പിടികൂടി സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, കോഴിക്കോട്.